എൻ്റെ പേര് സ്വാതി. ഞാൻ കോഴിക്കോട് ജില്ലയിൽ LDC ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഫുൾ സമയം പഠിക്കുമായിരുന്നു. ബസ്സിലൊക്കെ ചിലപ്പോൾ നിൽക്ക് സീറ്റ് ഉണ്ടാവില്ല ചില സമയത്ത്. അപ്പോൾ നമ്മളിങ്ങനെ കൈ നോക്കും. പിന്നെ ഞാനിങ്ങനെ ചുമരിലൊക്കെ ഒട്ടിച്ച് വെക്കുമായിരുന്നു. പ്രധാന ദിനങ്ങൾ ഞാൻ അങ്ങനെയാട്ടോ പഠിച്ചത്. ചിലപ്പോൾ നമ്മൾ ഭയങ്കര മടുത്ത് വരുന്ന സമയമായിരിക്കും ഗ്രൗണ്ടിൽ നിന്ന്. ഫോണിൽ ഇയർഫോൺ വെച്ച് ഞാനിങ്ങനെ കിടക്കും. റാങ്ക് ഫയലിൻ്റെ ഫ്രണ്ടിലും തൊഴിൽ വാർത്തൻ്റെ ഫ്രണ്ടിലൊക്കെ നേരത്തെ LDC ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഒരു ചിത്രമൊക്കെ കാണുമല്ലോ. അത് കാണുമ്പോഴേ അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫോട്ടോ അങ്ങനെ വരികയായിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ LDC ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള സ്വാതിയുടെ വീട്ടിലാണ്. അപ്പോൾ സ്വാതി പഠിച്ച രീതി, പഠിച്ച സ്റ്റഡി മെറ്റീരിയൽസ്, റിവിഷൻ്റെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാം നമുക്കിന്ന് സ്വാതിയോട് ചോദിച്ചറിയാം. PSC പഠിച്ചു തുടങ്ങിയ വർഷം ശരിക്കും ഓർക്കുന്നുണ്ടോ? ഉണ്ട്. 2018 ജനുവരിയിലാണ് ഞാൻ PSC തുടങ്ങുന്നത്. ബേസ് ഇടണമല്ലോ ആദ്യം നമ്മൾ തുടങ്ങുന്ന സമയത്ത്. അതിന് എങ്ങനെയായിരുന്നു? തന്നെ പഠിക്കുമായിരുന്നു അതോ കോച്ചിങ് സെൻറ്ററിലോട്ട് തന്നെ ഡയറക്റ്റ് ഞാൻ കോച്ചിങ് സെൻറ്ററിൽ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ബാലുശ്ശേരി എയിമിലാണ് ചേരുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ഓരോ ടോപ്പിക്ക് തരും പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ലക്ഷ്യൻ്റെ റാങ്ക് ഫയൽ വാങ്ങിച്ചിട്ട് ആദ്യം ഞാൻ അത് എനിക്ക് വേറെ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ റാങ്ക് ഫയൽ വാങ്ങിച്ചു. അവിടെ തരുന്ന ടോപ്പിക്ക് കറക്റ്റ് റാങ്ക് ഫയൽ നോക്കി അതുപോലെ കാണാതെ വായിച്ച് പഠിച്ചു. അങ്ങനെയാണ് ആദ്യം പഠിച്ചത്. പിന്നെ ഞാൻ ടാലൻറ്റിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ബാങ്ക് വാങ്ങിച്ചു. ആ സമയത്ത് ഞാൻ അതുകൂടെ കവർ ചെയ്യാൻ നോക്കുമായിരുന്നു. സ്വാതി ശരിക്കും ആദ്യമായിട്ട് ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നത് ശരിക്കും ഏതായിരുന്നു? ഏത് റാങ്ക് ലിസ്റ്റിലാണ് വന്നത്? ഏത് വർഷമാണെന്നും കൂടി ഓർക്കുന്നുണ്ടെങ്കിൽ. 18 എഴുതിയ എക്സാം CPO തന്നെയാണ് ഞാൻ ഫസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ വന്നത്. പിന്നെ എക്സാം കഴിഞ്ഞ് പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടാണ് ലിസ്റ്റ് വരുന്നതും. 2021 ഞാൻ പോലീസിൽ ജോയിൻ ചെയ്യുന്നത്. ഒരു ജോലിയിൽ നിന്നുകൊണ്ട്, ഒരു ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്ന അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഒരു ഗവൺമെൻറ് ജോലിയായിട്ടുള്ള CPOയിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് സ്വാതി LDക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ശരിക്കും അതെങ്ങനെയാണ് സാധിച്ചത്? എങ്ങനെയായിരുന്നു ആ ഒരു സമയമൊക്കെ? ഏപ്രിലാണ് പോലീസിന് CPOയ്ക്ക് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പേ എനിക്ക് ഇനി LDക്ക് പഠിക്കണമെങ്കിൽ വേറെ സമയമൊന്നും കിട്ടില്ല എന്നറിയായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഇനി പോകുന്നതിന് മുമ്പ് ഈ നോട്ട്സൊക്കെ ആദ്യം റെഡിയാക്കി വെച്ചു. SCRT ഒക്കെ പിന്നെ പഠിക്കാനുള്ള സമയം കിട്ടില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ആ സമയത്ത് ഞാനിങ്ങനെ ഈ ക്വസ്റ്റ്യൻ ബോൾ അത് വായിച്ച് പിന്നെ ടെസ്റ്റൊക്കെ വായിച്ചിട്ട് ഓരോ ചാപ്റ്റർ വെച്ച് എനിക്ക് പെട്ടെന്ന് വായിക്കാനുള്ള എളുപ്പത്തിന് പോയിൻ്റാക്കി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ നോട്ടും. ട്രെയിനിങ് വെച്ചാൽ നേരത്തെ എണീക്കണം. പിന്നെ ഫുൾ സമയം എന്തെങ്കിലും അവർ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഗ്യാപ്പ് കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വരുന്ന സമയം രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം. പിന്നെ നമുക്ക് വൈകുന്നേരം എല്ലാം കഴിഞ്ഞിട്ട് കിടക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം അങ്ങനെ കിട്ടുള്ളൂ. പിന്നെ ആ സമയത്ത് നമുക്ക് സ്കോർ ചെയ്യാനാകെയുള്ള കുറച്ച് ഏരിയ ഈ മാത്സും ഇംഗ്ലീഷും മലയാളം അത് നമുക്ക് കുറച്ച് പഠിച്ചാൽ നമുക്ക് ഏകദേശം സ്കോർ ചെയ്യാം. അപ്പം ഞാൻ ആ സമയത്ത് അന്ന് കൂടുതൽ പിന്നെ കറണ്ട് അഫെയർ ഞാൻ പറഞ്ഞല്ലോ അത് വിട്ടില്ല. കാരണം ഓരോ ദിവസവും ഈ എക്സാം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെവലിലേക്ക് പഠിക്കാന്നുള്ളതുകൊണ്ട് ഞാൻ എക്സാം അത് വിടില്ലായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് അഫെയർ നോട്ട്സ് റെഡിയാക്കി വെക്കായിരുന്നു. പിന്നെ നമ്മൾ ഉച്ച വരെ ക്ലാസ്, ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഗ്രൗണ്ടിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞ ഷോർട്ട് നോട്ടായിട്ട് ഞാൻ ഒരു നോട്ട് പാഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പോയിൻ്റാക്കി എഴുതി വെക്കായിരുന്നു. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ പോകുന്ന സമയത്തൊക്കെ എൻ്റെ പോക്കറ്റിൽ ഇങ്ങനെ ഞാൻ ഇതിട്ട് വെക്കും. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ബ്രേക്ക് കിട്ടുമല്ലോ. ആ സമയത്തൊക്കെ ഞാൻ അത് നോക്കിയിട്ട് അങ്ങനെ പഠിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് സമയം കിട്ടുമ്പോൾ ചിലപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഒരു ദിവസം ഫുൾ ബ്രേക്ക് കിട്ടിയാൽ എനിക്ക് ഇത്രയും പഠിക്കാൻ പറ്റില്ല. ഒരുപാട് സമയം കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര അലസതയായിരിക്കും. കുറച്ച് സമയം കിട്ടുമ്പോൾ ആ സമയം നമുക്ക് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താന്നുള്ളതുകൊണ്ട് നമ്മളത് മാക്സിമം കിട്ടുന്ന അങ്ങനെ പഠിക്കുമായിരുന്നു. ഓഡിയോ ഒക്കെ കേട്ട് പഠിക്കുമായിരുന്നോ? പിന്നെ എങ്ങനെയായിരുന്നു ബാക്കി? ഓഡിയോ ചിലപ്പോൾ നമ്മൾ ഭയങ്കര മടുത്ത് വരുന്ന സമയമായിരിക്കും ഗ്രൗണ്ടിൽ നിന്ന്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഫോണിൽ ഇയർഫോൺ വെച്ചിട്ട് ഞാനിങ്ങനെ കിടക്കും. യൂട്യൂബിലുള്ള അറിയാത്ത കുറച്ച് ടോപ്പിക്കൊക്കെ സെർച്ച് ചെയ്ത് ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതങ്ങനെ കേൾക്കുമായിരുന്നു. അധികം വോയിസ് ആയിട്ട് കേട്ടത് ഇതുപോലെ ഈ കറണ്ട് അഫെയർ ആണ് കൂടുതൽ വോയിസ് ക്ലാസ് കേട്ടത്. പിന്നെ ആ സമയത്ത് എപ്പോഴും നമുക്ക് ഫോൺ ഉണ്ടാവും കയ്യിൽ. അപ്പം അന്ന് കുറേ ചാനൽ ഞാൻ ടെലഗ്രാമിൽ PSC ആയിട്ട് ബന്ധപ്പെട്ട കുറേ ചാനൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കറണ്ട് അഫെയർ പഠിക്കാൻ പത്രവാർത്ത ഉണ്ടായിരുന്നു. പിന്നെ ഇംഗ്ലീഷിന് ഒരു PSC ഇംഗ്ലീഷ്, ഇതുപോലെ മലയാളത്തിനും എല്ലാത്തിനും ഓരോ SCRTക്ക് ഓരോ ചാനൽ. അപ്പം ഇങ്ങനെ കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ ഞാൻ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പോൾ ഉണ്ടാവും. അപ്പം അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു PSC ചലഞ്ചർ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. അതിലിങ്ങനെ കുറേ GK ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് അങ്ങനെ ചെയ്യും. പിന്നെ എൻട്രി ആപ്പ്. പിന്നെ ആ സമയത്ത് നമ്മുടെ ഈ ടെലഗ്രാമിലൊരു സ്മാർട്ട്
സ്മാർട്ട് അക്കാദമിന്റെ പേജ് ഉണ്ടായിരുന്നു, ഒരു ഇന്റൻസ് അക്കാദമി. ഞാൻ കുറെ എനിക്ക് മാക്സിമം ചോദിച്ചു ഇന്റൻസ് അക്കാദമി, അതൊക്കെ കൊല്ലത്തുള്ള അവരുടെ എല്ലാത്തിലും ഞാൻ ജോയിൻ ചെയ്തിട്ട് അപ്പൊ എല്ലാ സോഴ്സിൽ നിന്നും കിട്ടുന്നുണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ അതൊക്കെ പഠിക്കായിരുന്നു. അല്ല പിന്നെ എൻ്റെ ആ ട്രെയിനിങ്ങിന്റെ സമയത്ത് എൻ്റെ ഫ്രണ്ട്സും അതാട്ടോ, അവര് തന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവരിങ്ങനെ സാറുമാരൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും സാറൊക്കെ വരികയാണെങ്കിൽ എൻ്റെ അടുത്ത് പറയും സാറ് വരുന്നുണ്ട്, ബുക്ക് മാറ്റി വെക്കണം. ഫോണിൽ ചിലപ്പോൾ ഞാൻ ആ സമയത്ത് എക്സാം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അവര് പറയും. അപ്പൊ അവര് തന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ റിവിഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാനായിട്ട് ശരിക്കും റിവിഷൻ ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അപ്പം റിവിഷൻ ഒരു ആഴ്ചയിലൊന്ന് അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു റിവിഷൻ? എനിക്കൊരു ഡയറി ഉണ്ടായിരുന്നു, ഒരു ദിവസം ഞാൻ എന്തൊക്കെ പഠിച്ചെന്ന് എഴുതി വെക്കുന്ന ഡയറി. അപ്പൊ ഞാൻ ഇങ്ങനെ ഡേറ്റ് ചെയ്ത് ഇന്ന് ഇത്ര ടോപ്പിക്ക് ആദ്യം ഞാൻ ഇന്നത് പഠിക്കണം എന്ന് എഴുതി വെക്കും. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്ത് വെക്കും, അത് പഠിച്ചിട്ടുണ്ടെന്ന്. പിന്നെ അടുത്ത ദിവസം ഒരു പ്രാവശ്യം ഞാൻ ആ പഠിച്ച ഭാഗങ്ങൾ ഒന്നുകൂടെ വായിക്കും. പിന്നെ ഞാൻ ആ ഡയറിയിൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് അത് വായിക്കണം എന്ന് ഒന്നുകൂടെ ആ പേജിൽ മാർക്ക് ചെയ്ത് വെക്കും. അപ്പൊ അത് അങ്ങനെ കറക്റ്റായിട്ട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ വായിക്കും. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് അതൊക്കെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഓരോരുത്തർ പറയുന്ന അവരിങ്ങനെ മറക്കാതിരിക്കാനുള്ള കുറെ ടെക്നിക്കൊക്കെ പറയുമല്ലോ, അപ്പൊ അത് കേട്ട് ഞാൻ അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ വായിക്കായിരുന്നു. പിന്നെ ഞാനല്ലേ ബസ്സിലൊക്കെ പോകുമ്പോൾ നോക്കാൻ വേണ്ടി എനിക്കൊരു ഷോർട്ട് നോട്ട് ഉണ്ടായിരുന്നു, ഒരു കുട്ടി നോട്ട് ഞാൻ തന്നെ ഉണ്ടാക്കി വെക്കും സ്റ്റാപ്ലർ അടിച്ചിട്ട്. അപ്പൊ നമ്മൾ അതിനകത്ത് പ്രധാനമായിട്ട് വർഷങ്ങളായിരിക്കും, പിന്നെ പ്രധാനപ്പെട്ട ദിനങ്ങളുണ്ടാവും, പിന്നെ ഇങ്ങനെ ഒരേപോലെയുള്ള കൺഫ്യൂഷൻ ആവുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനത്തത്. പിന്നെ കുറെ ഈ G20 അങ്ങനത്തെ കുറെ സംഭവം ഇല്ല, അതിലത്തെ അംഗങ്ങള്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിലെ കുറെ അതൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങൾ ചെറിയ ചെറിയ നോട്ടായിട്ട് ഞാൻ എഴുതി വെക്കും. അപ്പൊ ഈ ബസ്സിൽ പോകുമ്പോഴോ അല്ല എന്തെങ്കിലും പരിപാടിയൊക്കെ നമുക്ക് ഇപ്പൊ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറെ പരിപാടിയൊക്കെ ഉണ്ടാവല്ലോ, അതിനൊക്കെ പോകുമ്പോൾ ഞാൻ ഈ നോട്ട്സ് ആയിട്ടായിരിക്കും പോവാം, വെറുതെ ഇരിക്കുമ്പോൾ നോക്കും. പിന്നെ ഞാൻ ഇങ്ങനെ ചുമരിലൊക്കെ ഒട്ടിച്ചു വെക്കായിരുന്നു. പ്രധാന ദിനങ്ങൾ ഞാൻ അങ്ങനെയാട്ടോ പഠിച്ചേ. ജനുവരി എടുത്തിട്ട് അതിൽ പ്രധാനപ്പെട്ട ദിനങ്ങൾ മൊത്തം എഴുതി വെക്കും, അതൊക്കെ കണ്ടുപിടിച്ചിട്ട് എന്നിട്ട് അത് ഒട്ടിച്ചു വെക്കും. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വായിക്കാതിരിക്കുമ്പോ കാണുമല്ലോ, അത് പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ട് നമ്മൾ അറിയാണ്ട് വായിച്ചു പോകും. പിന്നെ അത് നമ്മൾ ഫിക്സ് ആയി കഴിയുമ്പോൾ പിന്നെ അടുത്ത മാസം ഒട്ടിക്കും ഞാനിങ്ങനെ. പിന്നെന്താ, പിന്നെ കയ്യിൽ എഴുതി വെക്കുമായിരുന്നു. പഠിക്കുമ്പോൾ ഇങ്ങനെ കയ്യിൽ എഴുതിയാൽ ഇപ്പൊ അത് നോട്ടാക്കി കൊണ്ടുവെക്കുന്നത് ഭയങ്കര പാടല്ലേ. ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുമ്പോ ഇങ്ങനെ കുറെ പോയിന്റ് ആക്കി എഴുതി വെക്കും. അപ്പൊ പിന്നെ നോക്കുമ്പോ ആ പോയിന്റ് വായിച്ചിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് ഇങ്ങനെ ആലോചിച്ചെടുക്കും. അപ്പൊ ഇങ്ങനെ കുറെ ഒരു ദിവസം പഠിക്കുന്ന വൈകുന്നേരം ആകുമ്പത്തേക്ക് കൈ മൊത്തം നിറയും. അപ്പൊ ഞാൻ എന്നിട്ട് ആദ്യം പഠിച്ച ആ നോട്ടുണ്ട് അതിന്റെ അതെന്തായിരുന്നു പഠിച്ചേ അങ്ങനെ ആലോചിച്ച് അങ്ങനെ പഠിക്കുമായിരുന്നു. അതെന്ന് വെച്ചാൽ ബസ്സിലൊക്കെ പോകുമ്പോ അത് എളുപ്പമായിരിക്കും, കാരണം നമ്മൾ ആരും ശ്രദ്ധിക്കൂലല്ലോ പെട്ടെന്ന്. ബസ്സിലൊക്കെ ചിലപ്പോൾ സീറ്റ് ഉണ്ടാവില്ല ചില സമയത്ത്, അപ്പൊ നമ്മളിങ്ങനെ കൈ നോക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ കൈ നോക്കിയിട്ട് ആ ആൻസർ വായിക്കും. അപ്പൊ എന്തായിരുന്നു പഠിച്ചതെന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കും. അങ്ങനെ കുറെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ അങ്ങനെയായിരുന്നു. കുറെ നമ്മളിങ്ങനെ വായിച്ച് കിട്ടും, അതിൽ കിട്ടാത്ത കുറച്ച് ആർട്ടിക്കിൾ ഇങ്ങനെ കയ്യിൽ എഴുതി വെക്കും. മൊത്തം കോൺസ്റ്റിറ്റ്യൂഷൻ അധികം അങ്ങനെ തന്നെയാണ് പഠിച്ചത്. അധികം എന്നിട്ട് ബസ്സിൽ നമ്മൾ അങ്ങനെ കുറെ ഓർത്തെടുക്കുമ്പോഴാണ് എനിക്ക് കുറെ മറന്നു പോവാതെ കിട്ടിയത്. കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്ത രീതി, കറണ്ട് അഫെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പഠിക്കാൻ. അപ്പോൾ ഞാൻ പത്രം വായിച്ചിട്ട് കിട്ടുന്ന ഓരോ പോയിന്റായിട്ട് നോട്ടിൽ എഴുതി വെക്കായിരുന്നു. പിന്നെ ടെലഗ്രാമിലുള്ള കുറേ ചാനലുണ്ട്, പത്രവാർത്തകൾ, അങ്ങനെ കുറേ ചാനലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നതൊക്കെ എഴുതി വെക്കും. പിന്നെ ഞാൻ ഈ ബസ്സിൽ പോകുന്ന സമയമൊക്കെ ഉണ്ടാവുമല്ലോ, വീട്ടിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്തൊക്കെ യൂട്യൂബിലുള്ള കുറച്ച് ചാനൽ അങ്ങനെ കേൾക്കുമായിരുന്നു. അതിൽ PSC പ്രാന്തം എന്ന് പറഞ്ഞ ചാനൽ, അതിലുള്ള കറണ്ട് അഫെയർ ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ അത് കേൾക്കുമായിരുന്നു. PSC ബുള്ളറ്റിനൊക്കെ LD പഠിക്കുന്ന സമയത്തേക്ക് ഞാൻ അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഒന്നും നോക്കില്ല, പിന്നെയാണ് ഈ ബുള്ളറ്റിലെ കാര്യം, അതിലെ കറണ്ട് അഫെയർ അതിനൊക്കെ മനസ്സിലായത്. അപ്പോൾ LDന്റെ സമയത്ത് ഫുള്ള് കറണ്ട് അഫെയർ മാത്രം PDF ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ അതിൽ നമുക്ക് അപ്പോൾ കിട്ടാത്ത കുറേ നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ടാവും. ഈ യൂട്യൂബ് ചാനലോ നമ്മൾ പത്രത്തിൽ നിന്ന് വായിക്കുന്നതൊക്കെ, പിന്നെ അതിൽ കിട്ടാത്ത റയറായിട്ടുള്ള എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ അത് എഴുതി വെച്ച് പഠിക്കുമായിരുന്നു. പിന്നെ എന്താണ് ഇംഗ്ലീഷ് ശരിക്കും എളുപ്പമായിരുന്നു, ഒരുപാട് പേർക്കും ബുദ്ധിമുട്ടുള്ളൊരു സബ്ജക്റ്റ് ഇംഗ്ലീഷ് തന്നെയായിരുന്നു. ഇംഗ്ലീഷ് എനിക്ക് തുടങ്ങിയ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 10ൽ 2-3 മാർക്കൊക്കെ കിട്ടുള്ളായിരുന്നു. ഗ്രാമർ വൊക്കാബുലറി മൊത്തം വീക്കായിരുന്നു. പിന്നെ ഞാൻ PSC ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബാങ്ക് അങ്ങനെയാണ് ഞാൻ തുടങ്ങുന്നത് ഇംഗ്ലീഷ്. അപ്പം ഞാൻ ഈ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഇംഗ്ലീഷ് പോർഷൻ മാത്രം എടുത്തിട്ട് അത് എക്സാം പോലെ ചെയ്തു നോക്കും. അപ്പം അതിൽ തെറ്റിയ ഭാഗങ്ങളുണ്ടാവുമല്ലോ, അത് ഞാൻ ഈ റാങ്ക് ഫയലിൽ നിന്നും, പിന്നെ ഗിരീഷ് നെയ്യാറിൻ്റെ ഒരു ബുക്ക് ഉണ്ട്, അപ്പം അത് നോക്കിയാണ് ഞാൻ ആ ഏരിയ കവർ ചെയ്തത്. ഹിസ്റ്ററി ജോഗ്രഫി ശരിക്കും എങ്ങനെ കവർ ചെയ്തത്? ആദ്യം നമ്മൾ ക്ലാസ് കുറച്ച് നോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ റാങ്ക് ഫയലിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്,
പിന്നെയാണ് SCRT ശരിക്കും ഈ കഴിഞ്ഞ 2-3 വർഷം മുമ്പാണ് നമ്മൾ അതിനെക്കുറിച്ച് അതിന്ന് ആ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലായത്. അപ്പം ഞാൻ ഈ കൊറോണയുടെ സമയത്ത് ഇവിടെ വീട്ടിലിരുന്ന സമയത്താണ് SCRT അപ്പോഴാണ് ഞാൻ ശരിക്കും പഠിക്കാൻ SCRTയിലേക്ക് ഇറങ്ങുന്നത്. ആ സമയത്ത് ലക്ഷ്യേൻ്റെ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഈ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഈ ജോഗ്രഫിയും ഹിസ്റ്ററിയും പിന്നെ സയൻസൊക്കെ ഉള്ള ബുക്ക്. അപ്പോൾ ആദ്യം ഞാൻ അതും ഞാൻ ഇങ്ങനെ ഇത്ര ദിവസം കൊണ്ട് അതെങ്ങനെയാണ് തീർക്കണം, പിന്നെ അതിങ്ങനെ റിവിഷൻ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നമുക്ക് സമഗ്രമുണ്ട് ക്വസ്റ്റ്യൻ ബോൾ. അപ്പോൾ അതിൽ ഓരോ ക്വസ്റ്റ്യന് അപ്പോൾ നമ്മളിത് പഠിക്കുന്നതിന് പുറമെ അതുകൂടെ ഓരോ ചാപ്റ്റർ വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ പോയിന്റ് കിട്ടും. നമുക്ക് എവിടുന്നാ പഠിക്കേണ്ടതെന്ന് അറിയാത്ത കുറച്ച് സംഭവങ്ങൾ, ഈ കല, സാഹിത്യം, ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ സിലബസിലുണ്ടായിരുന്നു. അത് എങ്ങനെയായിരുന്നു? സ്കിപ്പ് ചെയ്തായിരുന്നോ അതോ പഠിച്ചെടുത്തായിരുന്നു? ആദ്യം ഞാൻ ഈ കുറച്ചിവിടെ ഇരുന്ന കൊറോണന്റെ സമയത്ത് ബുള്ളറ്റിൻ വായിക്കുമായിരുന്നു. അപ്പൊ അതിനിടയ്ക്ക് കലയെ സാഹിത്യം എന്ന് പറഞ്ഞ അങ്ങനെ കുറച്ച് പോർഷൻ ഉണ്ട്. അപ്പൊ അത് വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മലയാള സാഹിത്യം പഠിക്കുമ്പോൾ അതിൽ വരുന്നുണ്ട്, റാങ്ക് ഫയലിൽ കുറച്ചുണ്ട്. പിന്നെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ നോട്ട്സ് അങ്ങനെയൊക്കെയാ പഠിച്ചത്. ശരിക്കും സയൻസ് എങ്ങനെയാ കവർ ചെയ്തത്, മെറ്റീരിയലും കാര്യങ്ങളൊക്കെ? റാങ്ക് ഫയൽ ആദ്യം നമ്മൾ കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ് അതിൽ ടോപ്പിക് ആയിട്ടുണ്ടല്ലോ, അതാദ്യം അതിന് മുമ്പ് എക്സാമിന് LDക്ക് മുമ്പ് കുറെ അങ്ങനെ ഏകദേശം അത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് SCRTയിൽ അത് ഞാൻ പറഞ്ഞല്ലേ ലക്ഷ്യേൻ്റെ ബുക്കിലായിരുന്നു, 10ാം ക്ലാസ് വരെയുള്ള നോട്ട്സ് ഉണ്ടായിരുന്നു, അതങ്ങനെ പഠിച്ചു. പിന്നെ ക്വസ്റ്റ്യൻ ബോൾ അങ്ങനെ ആ സയൻസ് വിഷയം അതിൽ തന്നെ കവർ ചെയ്ത് പോയതാ. ശരിക്കും മലയാളം പഠിക്കാനായിട്ട് ഇതുപോലെ എന്തെങ്കിലും സ്റ്റഡി മെറ്റീരിയലോ കാര്യങ്ങളോ എന്തൊക്കെയാണ് യൂസ് ചെയ്ത്? മലയാളം എങ്ങനെയാണ് ശരിക്കും പഠിച്ചെടുത്ത്? എളുപ്പമായിരുന്നോ? എളുപ്പമല്ലായിരുന്നു. ഇംഗ്ലീഷ് പഠിച്ച പോലെ തന്നെ തുടക്കം തൊട്ടേ ഞാൻ ഇതുപോലെ ഈ പ്രീവിയസ് തന്നെ നോക്കിയിട്ട് ആദ്യം അത് കവർ ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നെ ഈ റാങ്ക് ഫയലുള്ളത് കുറച്ച് ഈ പര്യായ പദങ്ങൾ, പിന്നെ വിപരീത പദം, അങ്ങനെ കുറെ അതിനുശേഷമാണ് പഠിച്ചത്. പിന്നെ നമുക്ക് ക്ലാസ്സിൽ നിന്ന് കുറച്ച് നോട്ട് ഗ്രാമറായിട്ടുള്ളതൊക്കെ ക്ലാസ്സിൽ നിന്ന് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എക്സ്ട്രാ പഠിക്കേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ റാങ്ക് ഫയലിൽ നിന്ന് മാത്രമേ അതിനെ പഠിച്ചത്. ആദ്യം ഞാൻ ഇതുപോലെ ഈ ചാപ്റ്റർ വെച്ച് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച് അതാദ്യം ഒന്ന് വായിക്കുമായിരുന്നു. പിന്നെ അതിൽ കിട്ടാത്ത കുറച്ച് ഈ ക്വസ്റ്റ്യൻ ബോൾ വായിക്കുമ്പോൾ നമുക്കത് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ വരുമെന്ന് മനസ്സിലാവും. അപ്പോൾ അത് വായിച്ചിട്ട് അതിൽ കിട്ടാത്ത പോയിന്റ് എഴുതി വെക്കും. പിന്നെ അതൊക്കെ വായിച്ചതിന് ശേഷം ഈ ലക്ഷ്യേൻ്റെ ബുക്ക് ഉണ്ടല്ലോ അത് വായിക്കുമായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കുറേ അതിൽ പോയിന്റ് ആയിട്ടല്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ സോർട്ട് ചെയ്ത് ഓരോ പോയിന്റായിട്ട് എഴുതി വെക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ പഠിച്ചെടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് മൂന്നും ഒരുപോലെ ഒരുമിച്ചാണ് ഞാൻ നോക്കിയത്. ഈ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എക്സാം ഹാളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ആ ടൈം മാനേജ് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ടോ? ശരിക്കും ഉണ്ട്. ആദ്യമൊന്നും എനിക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പേടിയായിരുന്നു. കാരണം എക്സാം എഴുതുമ്പോൾ കുറച്ച് മാർക്ക് കിട്ടുള്ളൂ, അധികം നെഗറ്റീവ് ആയിരിക്കും. അപ്പം ഇനി തെറ്റിപ്പോകുന്നുള്ള പേടിയോണ്ട് ഞാൻ മോക്ക് ടെസ്റ്റ് ഒക്കെ അപ്പോൾ കുറവായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞ് അങ്ങനെ എഴുതാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതിൻ്റെ മനസ്സിലായത്. കുറേ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് നെഗറ്റീവിൻ്റെ എണ്ണം കുറയ്ക്കാൻ പറ്റി. പിന്നെ ഇതുപോലെ ടൈം മാനേജ് ചെയ്യാൻ പറ്റി. ഈ മാത്സ് ഒക്കെ എനിക്ക് അറിയാമെന്നുള്ളതിൽ നിന്നാലും പക്ഷെ നമ്മളത് കുറച്ച് പ്രാക്ടീസ് ചെയ്താലും നമുക്ക് അതിൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ ദിവസവും ഓരോ എക്സാം എഴുതുമായിരുന്നു. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പം മനസ്സിലാവും നമ്മൾ ഏതൊക്കെ പോർഷൻ വിട്ടുപോയിട്ടുണ്ട്, മറന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ ടോപ്പിക് എഴുതി വെച്ചിട്ട് അതിന്ന് യൂട്യൂബോ അങ്ങനെ ഏതെങ്കിലും എവിടുന്നേലൊക്കെ സെർച്ച് ചെയ്ത് അതുകൂടെ വായിച്ച് അങ്ങനെ നോക്കും. അങ്ങനെ പഠിച്ച്. മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണോ അതോ എന്തെങ്കിലും ആപ്ലിക്കേഷൻ വഴിയോ ഒക്കെയുള്ള കിട്ടുന്ന മോക്ക് ടെസ്റ്റുകളാണോ? അപ്പം ഞാൻ PSC ചലഞ്ചർ, എൻട്രി ആപ്പ് ഇതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്ന് ചിലപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് അല്ല, ഒരു ദിവസം ഞാൻ 2-3 ഈ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ചിലപ്പോൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യും. വന്നിട്ട് അങ്ങനെ കാരണം വേറെ പഠിക്കാൻ സമയമില്ല. അപ്പം എന്തൊക്കെ പഠിക്കണം, കുറച്ച് സമയത്തിൽ എനിക്ക് ഒരുപാട് വായിക്കാനുള്ള ടൈമില്ലല്ലോ. അപ്പം ഞാൻ കൂടുതലും മോക്ക് ടെസ്റ്റ് തന്നെ ചെയ്യാം. ലേഡീസിൽ പലർക്കും ഈ CPO പോലെ യൂണിഫോം പോസ്റ്റിനോട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അയ്യോ അത് വേണോന്ന് സംശയിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ CPO എന്ന് പറയുന്ന ആ ഒരു ജോലിയുടെ എക്സ്പീരിയൻസ്, അതിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും എങ്ങനെയാ എന്നുള്ള കാര്യം ഒന്ന് പറയാമോ? അത് പലർക്കും പല രീതിയിലായിരിക്കും. എനിക്കെന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പം തൊട്ടേ എനിക്ക് പോലീസ് എന്നുള്ള ജോലി ഭയങ്കര ഇഷ്ടമായിരുന്നു. യൂണിഫോം ഒക്കെ ഇടുക എന്ന് പറയുന്നത് ഈ സ്പോർട്സിലുള്ള പലരും അതെ, ബോയ്സ് ആണെങ്കിൽ ആർമി, ഗേൾസ് ആണെങ്കിൽ റെയിൽവേ, പോലീസ്, അങ്ങനെയാണ് കൂടുതൽ കണ്ടത്. അപ്പോൾ ആര് ചോദിച്ചാലും എനിക്ക് പോലീസ് ആവണം, യൂണിഫോം ഒക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല ട്രെയിനിങ് മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ ഒരേ പ്രായത്തിലുള്ള ആൾക്കാരല്ലോ, അപ്പോൾ നമുക്ക് ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു.
പിന്നെ ട്രെയിനിങ് കഴിഞ്ഞ് 1 വർഷത്തോളം ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡ്യൂട്ടി, അതും പല പല ഡ്യൂട്ടി ആയിരിക്കും. നമ്മൾ സാധാ LD ക്ലർക്ക് പോലത്തെ ജോലിയല്ല, അപ്പം അത് നമുക്ക് സ്ഥിരമായിട്ട് ഒരേ തരത്തിലുള്ളതായിരിക്കുമല്ലോ. ഇതാകുമ്പോൾ നമുക്ക് പുതിയ പല എക്സ്പീരിയൻസ് ഉണ്ടാവും, പല സ്ഥലങ്ങളിൽ പോവാം, പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാം, അതൊക്കെ നല്ല രസമാണ്. പിന്നെ നമുക്ക് ഫാമിലി ലൈഫ് കുറച്ച് മിസ് ചെയ്യുന്നേ ഉള്ളൂ. ശരിക്കും നമ്മൾ എന്തൊരു കാര്യത്തിൽ ഇപ്പൊ പഠിക്കാനായിട്ട് ഇരിക്കുമ്പോഴും വീട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതെ, അത് സ്വാധിക്ക് എങ്ങനെയായിരുന്നു? എനിക്ക് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഈ ജോലി എനിക്ക് വീട്ടുകാരെ സപ്പോർട്ട് എനിക്ക് ചെറുപ്പം തൊട്ട്. അതെ, വീട്ടിലെ ഒരു പണി തന്നെ അമ്മ എടുപ്പിക്കില്ലായിരുന്നു. ആ സമയം കൂടെ ഞാൻ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് മുഴുവൻ സമയം ഈ ഇതിലേക്ക് ഇറങ്ങി വരാൻ പറ്റിയത്. പിന്നെ ഭർത്താവിൻ്റെ കാര്യത്തിലാണെങ്കിൽ കല്യാണത്തിന് മുമ്പേ എനിക്ക് പരിചയമുള്ള ആളാണ്, എൻ്റെ കൂടെ പഠിച്ച ആളെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അപ്പോൾ പോലീസിൽ കയറിയപ്പോൾ ആണെങ്കിലും ഭർത്താവും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഈ LDക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയായിരുന്നു LDക്ക് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണം. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ആ തീ വരാനുള്ള ഒരു കാരണം ഭർത്താവും കൂടെയാണ്. ഓക്കെ, അത് ചോദിച്ചപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം നമുക്ക് ചെറിയ എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം വരുമ്പോൾ തന്നെ, ഇപ്പൊ ഈ എൻ്റെ കാര്യമാണെങ്കിൽ LD അടിക്കുന്ന സമയത്ത് ഒരു പനി വന്നു, അപ്പൊ നമ്മളങ്ങ് അയ്യോ ഇനി എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് നിൽക്കുന്ന അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഈ പറഞ്ഞില്ലേ ഒരു ഇഞ്ചുറി വന്നു എന്ന്, അതിൽ നിന്ന് ശരിക്കും അങ്ങ് തളർന്നു, എനിക്ക് ഞാൻ വിചാരിച്ച കാര്യം നടന്നില്ല, സ്പോർട്സ് ആ രീതിയിൽ പോകാൻ പറ്റിയില്ല, അങ്ങനെ വിഷമിച്ചിരിക്കാതെ വേറൊരു വഴി പെട്ടെന്ന് തിരഞ്ഞെടുക്കാനും എങ്ങനെ ശരിക്കും അത് സാധിച്ചത്? അത് ഇപ്പം നമ്മൾ പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പം അങ്ങനെ തന്നെ നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ സ്വന്തമായിട്ട് അങ്ങനെ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിലേ ഇക്കാലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ പഠിക്കുന്ന സമയത്താണെങ്കിലും അതെ, എനിക്ക് ഞാൻ അന്നേ വിചാരിക്കായിരുന്നു അച്ഛനെ അമ്മേനെ എപ്പോഴും ഞാൻ എത്ര വെച്ചാലും അവർ എന്തിനാന്ന് പോലും ചോദിക്കാതെ പൈസ എടുത്തു തരും. അപ്പോഴേ വിചാരിക്കായിരുന്നു എനിക്കൊരു ജോലി ഉണ്ടെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് നമ്മളെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടാക്കണം എന്ന് ഞാൻ പണ്ടേ വിചാരിക്കായിരുന്നു. അതുകൊണ്ട് അപ്പം സ്പോർട്സ് നിർത്തിക്കഴിഞ്ഞ് പിന്നെ എനിക്ക് വേറെ പെട്ടെന്ന് ജോലി കിട്ടാനുള്ള വേറെ വഴിയൊന്നുമില്ല. കാരണം ഞാൻ സ്പോർട്സ് മാത്രമാണ് ലൈഫ് എന്ന് വിചാരിച്ച് നടന്ന. ഞാൻ അതുകൊണ്ടാണ് അവിടെ ഡിഗ്രി കഴിഞ്ഞ് PG പഠിച്ചത് സ്പോർട്സ് ചെയ്യാൻ വേണ്ടി മാത്രം. പിന്നെ നിർത്തി, പിന്നെ ജോലി കിട്ടാനുള്ള ആകെയുള്ള ഇത് PSC പഠിക്കാന്നേ ഉള്ളൂ. അപ്പം നേരത്തെ അതും സപ്പോർട്ടുള്ളതുകൊണ്ട് തന്നെയാണ് വീട്ടുകാരും അടുത്തുള്ള അവരൊക്കെ പറഞ്ഞു ഇങ്ങനെ PSC പഠിച്ചാലും മതി, ഇങ്ങനെ ജോലി എത്താൻ പറ്റും എന്നുള്ള അത് ഉറപ്പുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇറങ്ങിയത്. അപ്പം അന്ന് തൊട്ടേ എനിക്ക് എങ്ങനെയെങ്കിലും കാരണം എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പല ഫോഴ്സിൽ അങ്ങനെ പല ജോലിക്ക് കയറിയപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ ഞാൻ ഇത്രയും ചെയ്ത് സ്പോർട്സിൽ ഇത്ര എത്തിയിട്ട് ഒരു ജോലി ഇല്ലാതെ വീട്ടിൽ ഇരിക്കുന്ന അവസ്ഥ. അപ്പം എങ്ങനെയെങ്കിലും അവരപ്പം എത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ശരിക്കും ഒരു ജോലിയിൽ നിന്നുകൊണ്ട് പഠിക്കുന്ന എളുപ്പമല്ല എന്ന് ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ സ്വാതി പറഞ്ഞ അനുസരിച്ച് ഒരു CPOയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ കിട്ടുന്ന സമയമൊക്കെ മാക്സിമം ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാന്നൊക്കെ പറഞ്ഞല്ലോ, പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴും ഉണ്ട് കുറച്ച് പേരൊക്കെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് റിസൈൻ ചെയ്യണോ, PSCക്ക് വേണ്ടി പഠിക്കണം എന്നുണ്ട്, ഇത് റിസൈൻ ചെയ്യണോ, അല്ലെ റിസൈൻ ചെയ്യുന്നവരുണ്ട്. അവരോട് ശരിക്കും എന്താ പറയാനുള്ളത്? റിസൈൻ ചെയ്യാതെ തന്നെ ഒരു ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ പഠിച്ച് ഇതുപോലൊരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റും. പക്ഷെ അങ്ങനെ പറ്റണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഭയങ്കര തീവ്രമായിട്ടൊരാഗ്രഹം വേണം. നമുക്ക് ഉള്ളിൽ നിന്ന് നമുക്ക് ഒരു തീയില്ലേ, ആ സംഭവം വരണം. എനിക്ക് അന്ന് ആ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് അതുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും LD, കാരണം ഇനി ഈ ചാൻസ് ഇല്ല, ഇനി പിന്നെ 3 വർഷം കഴിയും, അപ്പം ഇപ്പോഴേ ഉള്ളൂ, എങ്ങനെയെങ്കിലും മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അന്ന് മാക്സിമം കിട്ടുന്ന ടൈമൊക്കെ ഇതിനു വേണ്ടി ചെലവഴിക്കാൻ പറ്റിയത്. അപ്പോൾ പക്ഷെ ഇപ്പം എനിക്ക് ഇതില്ല. പക്ഷെ ഇപ്പം എനിക്ക് വേറെ കുറച്ചുകൂടെ നല്ലൊരു ജോലി വേണമെന്നുണ്ട്. പക്ഷെ അന്നത്തെ ആ സംഭവമില്ലേ, ആ കത്തല്ലേ, അതിപ്പോൾ ഇല്ല. അത് പക്ഷെ എന്താണെങ്കിലും അങ്ങനെ നമുക്ക് എന്ത് കാര്യം നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാലും നമുക്ക് നമ്മളെ പൗലോ കൊയ്ലോ പറയുന്നില്ലേ, അന്നിങ്ങനെ യൂട്യൂബിൽ ഞാൻ കുറേ മോട്ടിവേഷൻ ചാനലൊക്കെ കാണുമായിരുന്നു. അപ്പോൾ അതിന്നിങ്ങനെ അവർ പറയും എന്ത് തീവ്രമായിട്ട് ആഗ്രഹിച്ചാലും. അപ്പോൾ അതിൽ പൗലോ കൊയ്ലോ പറയുന്നവരിതല്ലേ നമ്മൾ, അപ്പോൾ പ്രകൃതി തന്നെ നമുക്ക് അതിന് വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നു. അതുപോലെയായിരുന്നു എൻ്റെ കാര്യം. ഈ എക്സാമിനാണെങ്കിലും ഇപ്പം 2-3 തവണ മാറ്റി വെച്ചതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ സമയം കിട്ടി പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പഠിക്കാനാണെങ്കിൽ. ശരിക്കും ഇനി ഒരു PSC പരീക്ഷ എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് എന്താ പറയാനുള്ളത്? അവർക്കുള്ളൊരു മെസ്സേജ്. ഇറങ്ങി തിരിച്ചാൽ നമുക്കത് അച്ചീവ് ചെയ്യുന്നവരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്, നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ചിലർക്ക് കുറച്ച് കൂടുതൽ പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവുന്നവരുണ്ടാവും, പലർക്കും IQ പല രീതിയിലായിരിക്കും. അപ്പോൾ നമ്മളത് കുറച്ച് ക്ഷമയോടെ പഠിക്കണം. PSC കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എനിക്ക് ആ എക്സാം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിർത്തി, അങ്ങനെ എനിക്കറിയാവുന്ന കുറേ പേരുണ്ട്. ചിലർ കുറച്ച് നാൾ പഠിച്ച് അത് നിർത്തി പിന്നെ പ്രൈവറ്റായിട്ട് പോയി, പിന്നെയും തിരിച്ചു വന്ന് പിന്നെ വന്ന്
അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് ഇട്ട് പഠിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് അത് കിട്ടുന്നവരെ പഠിക്കുന്നതായിരിക്കും. പിന്നെ ചിലരുണ്ട് അന്ന് കിട്ടാതെ പിന്നെയും പഠിച്ചിട്ട് അന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നല്ല പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നവരും ഉണ്ട്. അപ്പം നമുക്കത് കുറച്ച് ക്ഷമ വേണം അത് കിട്ടുന്നവരെ പഠിക്കാൻ. അപ്പോൾ ഇത്രയും ടൈം നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി താങ്ക്സ്. സ്വാതിയുടെ ഇനിയുള്ള ആഗ്രഹങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഉള്ളതിലും നല്ലൊരു ജോലി ആ രീതിയിലോട്ടൊക്കെ എല്ലാത്തിനും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.